അടുത്തായിട്ട് നമ്മളിടയ്ക്ക് എത്താൻ പോകുന്നത് മിമിക്രിയാണ്. നമുക്കറിയാം പല സിനിമാ താരങ്ങളും മിമിക്രി ആർട്ടിസ്റ്റുകളായിട്ട് സിനിമാ രംഗത്തേക്ക് കടന്നു വന്നവരാണ്. പക്ഷെ ഇന്ന് നമ്മളോടൊപ്പം ഉള്ള ഒരു പെൺകുട്ടിയാണ്, ആരാധ്യയാണ്. ആരാധ്യ എവിടുന്ന് വരുന്നു, ഏതാ സ്കൂള്? ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്ന് വരുന്നു. BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ ആലത്തൂർ നിന്നാണ് വരുന്നത്. ഓക്കെ, നമുക്ക് അധികം വലിച്ചു നീട്ടണ്ട, നമുക്ക് ആരാധ്യയുടെ പെർഫോമൻസ് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം അല്ലേ? ഹലോ, നമസ്കാരം. പാടനും മറുതയും യക്ഷിയും കേരളക്കരയെ കീഴടക്കുന്നുവോ? കാലം മാറി, സിനിമയും മാറി, യക്ഷിയും മാറി. സുമതി വളവിൽ വരെ യക്ഷികൾ ബൈക്ക് ഓടിച്ചു തുടങ്ങി. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന യക്ഷികൾ മലയാള സിനിമയുടെ അത്ഭുത കാഴ്ചകളായി മാറി. DJ പാർട്ടിയിൽ ചില പ്രേതങ്ങളെയും കാണാൻ കഴിഞ്ഞു. യക്ഷികളുടെ വരവ് നാവൂർ പാട്ടുകാർക്ക് ഉണർവേകി. ബീച്ചിൽ കറങ്ങി നടക്കുന്ന ചില പ്രേതങ്ങളെയും കാണാൻ കഴിഞ്ഞു. പ്രേതങ്ങളെ ആവഹിക്കാനെത്തി പ്രിയ താരങ്ങളും നസ്രിയ. നമുക്ക് ഇഷ്ടമുള്ള ആൾ കാണുമ്പോൾ അടിവേരിൽ മഞ്ഞ് പെയ്ത് പോലെ സുഖം ഉണ്ടാവുന്ന പറയുന്നത്. പ്രേതങ്ങളെ കാണുമ്പോൾ എനിക്ക് തോന്നില്ല. ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ ഡോറ. നിങ്ങൾ ഇനി മുതൽ പ്രേതങ്ങളെ കാണുമ്പോൾ എന്ത് പറയും? കാട്, പല, പ്രേതത്തിന്റെ വീട്. അപ്പൊ നമ്മൾ പരിപാടി യക്ഷികൾക്ക് നല്ല കട്ടച്ചോറയുണ്ട്, ഷേക്ക് അടിച്ചു കൊടുക്കാൻ പോണ്. പ്രതീക്ഷ വാങ്ങണ സാധനം വൈറൽ താരം നാഗസൈനന്തിയും പിന്നെ ബാവുസ്വാമി എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. ഞങ്ങളെ നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. നന്നായി നൃത്തം ചെയ്യും ബാവുസ്വാമി. പാട്ടുകാരി ശിവാംഗിയും. ഞാൻ അമ്മയുടെ അടുത്ത് അത്ര സംസാരിക്കാറില്ല. ഞാൻ കൂടുതൽ സംസാരിക്കാറ് പ്രേതങ്ങളുടെ അടുത്താണ്. കാരണം പ്രേതങ്ങളാണ് എനിക്ക് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. പ്രേതങ്ങളെ പേടിച്ച് ചിന്താജ്വരമും. പ്രേതങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്. സ്വാർത്ഥ ചിന്തകളുടെ രാഷ്ട്രീയമാണ് പ്രേതങ്ങളുടേത്. നമ്മൾ കേട്ടിട്ടില്ലാത്ത സംസ്കാരം, നമ്മൾ കണ്ടിട്ടില്ലാത്ത സംസ്കാരം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശബ്ദവിസ്മയം തീർത്തുകൊണ്ട് ഹൊറർ ചിത്രങ്ങൾ. മഴ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന പ്രേതങ്ങളെയും കാണാൻ കഴിഞ്ഞു. നന്ദി, നമസ്കാരം. അപ്പോ വിൻഷ, നമ്മളൊരു വേറിട്ട പ്രേതത്തിന്റെ യാത്രയായിരുന്നു കൈരളി ടിവിയിലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആരാധ്യ അവതരിപ്പിച്ചത്. ആരാധ്യ റിസൾട്ട് അറിഞ്ഞോ? A grade ആണ്. ഓക്കെ, അപ്പോൾ കൈരളി ടിവിയിലൂടെ തന്നെ പറയാണ് ആരാധ്യക്ക് A ഗ്രേഡ് കൂടെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് ഇനിയും പെർഫോം ചെയ്യുക, ഇനിയും ഇതുപോലെ തന്നെ സംസ്ഥാന ഉത്സവ വേദികളിൽ പങ്കെടുക്കുക കേട്ടോ.
മലയാള സ്പീച്ചിലും കൂടെ താരമായിട്ടുണ്ട് ആരാധ്യ. അതും കൂടെ പറഞ്ഞ് എന്തായാലും ഓൾ ദി ബെസ്റ്റ് കേട്ടോ.